Exercise 2.1, question number 3. If G is equal to set 7, 8 and H is equal to set 5, 4, 2, find G cross H and H cross G. രണ്ട് സെറ്റ് തന്നിട്ടുണ്ട് ജിയും എച്ചും. We need to write the Cartesian product of these two sets. First G cross H. അപ്പോൾ നമുക്കറിയാം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലുള്ള എലമെന്റ്സ് എല്ലാം ഓർഡേർഡ് പെയർ ഫോമിൽ ആയിരിക്കും. അതിലെ ആദ്യത്തെ എലമെന്റ് ഇവിടെ ആദ്യം എഴുതിയ ഫസ്റ്റ് സെറ്റിൽ നിന്നായിരിക്കണം, ജിയിൽ നിന്നായിരിക്കണം. രണ്ടാമത്തെ എലമെന്റ്, രണ്ടാമത്തെ കമ്പോണന്റ് സെക്കൻഡ് സെറ്റായ എച്ചിൽ നിന്നായിരിക്കണം. സോ എങ്ങനെയാണ് നമ്മൾ പോസിബിൾ ഓർഡേർഡ് പെയർസ് എഴുതുക? ഓർഡേർഡ് പെയർ 7, 5. ഓക്കെ, ആദ്യത്തെ എലമെന്റ് ഇവിടെ ഫിക്സ് ചെയ്യുക. അതിനെ രണ്ടാമത്തെ സെറ്റിൽ 3 എലമെന്റ്സുമായിട്ട് പെയർ ഉണ്ടാക്കും. ഓക്കെ, നെക്സ്റ്റ് 7, 4. നെക്സ്റ്റ് 7, 2. ഓക്കെ, അടുത്തതോ 8 ഫിക്സ് ചെയ്യുക. 8, 5, 8, 4, 8, 2. So this is Cartesian product of G and H, that is G cross H. You can see that the first component is from first set G and second component is from second set H. Now we need to write H cross G. So Cartesian product ആണ്, എല്ലാ എലമെന്റ്സ് ഓർഡേർഡ് പെയർസിലായിരിക്കും. ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി ഫ്രം ഫസ്റ്റ് സെറ്റ് H, സെക്കൻഡ് എലമെന്റ് ഷുഡ് ബി ഫ്രം സെക്കൻഡ് സെറ്റ് G. ഓക്കെ, സോ ഇങ്ങനെ എഴുതും 5, അത് ഫിക്സ് ചെയ്തിട്ട് ജിയിലെ 2 എലമെന്റ്സുമായിട്ട് പെയർ ആക്കും. സോ 5, 7, 5, 8. ഓക്കെ, നെക്സ്റ്റ് 4, 7, 4, 8. നെക്സ്റ്റ് 2, 7, 2, 8. Okay, so these are the Cartesian products G cross H and H cross G. Another question. If A cross B is equal to set ordered pairs 1, 3, 1, 5, 2, 3, 2, 5, 3, 3, 3, 5. Find A and B. Find A cross A. Okay. So let's answer the first one. We need to write the first set A. നമുക്കറിയാം A എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ആണ്. സോ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് കമ്പോണൻസ് ആയിരിക്കും എയിലെ എലമെന്റ്സ്. സോ വാട്ട് ആർ ദി എലമെന്റ്സ് ഓഫ് എ ദെൻ? 1 ഉണ്ട്. സെറ്റിൽ നമ്മൾ എലമെന്റ് റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല. ദെൻ 2 വരുന്നുണ്ട്, ദെൻ 3 വരുന്നുണ്ട്. സോ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2, 3. നെക്സ്റ്റ് സെറ്റ് ബി. ബി ഈസ് എ ക്രോസ് ബിയിലെ രണ്ടാമത്തെ സെറ്റാണ്. ഓക്കെ, സോ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് കമ്പോണൻസ് ആയിരിക്കും ബിയുടെ എലമെന്റ്സ്. സോ വാട്ട് ആർ ദാറ്റ് എലമെന്റ്സ്? 3, 5. ഓക്കെ, സോ വി ഹാവ് ഫൗണ്ട് ദ സെറ്റ്സ് എ ആൻഡ് ബി. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് എ ക്രോസ് എ. എ ക്രോസ് എ മീൻസ് വാട്ട്? ഫസ്റ്റ് എലമെന്റ് ഈസ് ഫ്രം ഫസ്റ്റ് set A and second element is also from set A. അപ്പോൾ എങ്ങനെ എഴുതാം? 1, 2, 3. എ എന്ന് പറഞ്ഞ സെറ്റ് മാത്രം നോക്കിയാൽ മതി. എയിലെ ഫസ്റ്റ് എലമെന്റ് ഫിക്സ് ചെയ്ത് എയിലെ 3 എലമെന്റ്സുമായിട്ട് പെയർ ആക്കാം. സോ 1, 1, 1, 2, 1, 3. ക്ലിയർ ആയോ? ദെൻ 2, 1, 2, 2, 2, 3. ദെൻ 3, 1, 3, 2, 3, 3. ഓക്കെ, ഇത് എഴുതാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്തോളാം? എയുമായിട്ട് എ ക്രോസ് എ. സോ എയിലെ എലമെന്റ്സ് താഴെ എഴുതി വെക്കുക. ഇവിടെ എയിലെ എലമെന്റ്സ് എഴുതാം. ഫസ്റ്റ് എലമെന്റുമായിട്ട് ഇങ്ങനെ പെയർ ചെയ്യും. ഓക്കെ, എയും ബിയും 2 സെറ്റ് ആണെങ്കിൽ എയിലെ എലമെന്റ്സ് താഴെ എഴുതുക, ബിയിലെ എലമെന്റ്സ് എഴുതുക, പെയർ ചെയ്യുക. ഓക്കെ, സോ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് സെറ്റിൽ നിന്ന് തന്നെ ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ് സെക്കൻഡ് സെറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും. എക്സാമ്പിൾ 2, പേജ് നമ്പർ 32. If P is equal to set A, B, C and Q is equal to set R, form the sets P cross Q and Q cross P. Are these two products equal? Okay, so let us write P cross Q first.
Cartesian product ആണ്. Elements എല്ലാം ordered pairs ലായിരിക്കണം. First element should be from first set P. Second element should be from second set Q. So how will you write the elements in the Cartesian product P cross Q? A R, okay, then B R, then C R. So this is P cross Q. Okay. ഇനി അടുത്തത് നമുക്ക് Q cross P. Okay. So first element Q ൽ നിന്നായിരിക്കണം. Second element ordered pairലെ second element P ൽ നിന്നായിരിക്കണം. So എങ്ങനെ എഴുതും? R A, R B, R C. Okay. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, സെറ്റാണ്, ബ്രേസസ് ക്ലോസ് ചെയ്യും. ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്, ആർ ദീസ് ടു പ്രൊഡക്ട്സ് ഈക്വൽ? ഇത് രണ്ടും ഈക്വൽ ആണോ? We know that by the definition of equality of ordered pairs, pair AR is not equal to pair RA. ആണല്ലോ, ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഡേഡ് പെയർ. സോ ഈ രണ്ട് എലമെന്റ്സും ഈക്വൽ അല്ല. So these two sets are not equal. Okay, so we can write that these two products are not equal since by the definition of equality of ordered pairs, the pair AR not equal to RA. Okay, therefore P cross Q not equal to Q cross P.